ചാനലിലെ ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടി ടിപ്സിൽ ഞാൻ ഇന്ന് ഒരു ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ നമ്മുടെ ശരീരത്തിന് നിറം വെപ്പിക്കാനും അതേപോലെ തന്നെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു തരം ഓയിലാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക, അതൊന്ന് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. എത്ര എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനുള്ളത് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു നിറം വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു എണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡെയിലി തേച്ച് കുടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല നിറവും നല്ല തുടിപ്പും നല്ല ബ്ലഡ് സർക്കുലേഷനും എല്ലാം ഉണ്ടാവും. വളരെ നല്ലൊരു എണ്ണയാണ്. അപ്പോൾ ഇത് കർക്കിടക മാസത്തിന് മുന്നേ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് കുറച്ച് കഴിഞ്ഞു. അത് കർക്കിടക മാസം കണക്കാക്കണ്ട, ഇതെല്ലാ മാസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എണ്ണയാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ 2 തരം എണ്ണ, ഒന്ന് നല്ലെണ്ണയും ഒന്ന് വെളിച്ചെണ്ണയാണ്. ഇത് ഇവിടെ തന്നെ ആട്ടിയ എണ്ണയാണ്. അപ്പോൾ അങ്ങനത്തെ എണ്ണ, നല്ല എണ്ണ വെളിച്ചെണ്ണ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് രണ്ടും ഈക്വൽ ക്വാളിറ്റിയാണ്. 200 ml രണ്ടെണ്ണം. അലവീര ജെല്ല് 1/2 കപ്പ്, കസ്തൂരി മഞ്ഞൾ 1 കപ്പ്, ഉലുവ 1/2 കപ്പ്. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് രണ്ടും ഒന്ന് മിക്സിയിൽ അരച്ചിട്ടെടുക്കണം. ഇതൊന്ന് അരച്ച് നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ഞാൻ ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ അരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അലവീര ജെല്ല് അരച്ചിട്ടുണ്ട്. പക്ഷെ അത് മഞ്ഞൾ അരച്ച ശേഷം അരച്ചതുകൊണ്ട് ആ മഞ്ഞളിൻ്റെ കളർ കൂടി പിടിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് എല്ലാം ഒന്നിന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി എണ്ണ ഒഴിക്കാൻ പോവാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ മഞ്ഞെണ്ണയാണ്. ഈ മഞ്ഞൾ ഇടുകയാണെങ്കിൽ ഇതൊന്നും ആവട്ടെ ഇനി, എന്നിട്ട് വേണം മറ്റേത് രണ്ടെണ്ണം ഇടാൻ വേണ്ടി. ഇതൊന്നും ഇങ്ങനെ ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് മറ്റേ രണ്ടെണ്ണം. ഇത് അലവീര ജെല്ലാണ്. അതേപോലെ തന്നെ ഇത് ഉലുവ. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനൊരു പാകമാവുന്നുണ്ട്. ആ പാകമാവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇതേപോലെ നന്നായിട്ട് പതച്ച് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല കുറച്ച് വലിയ പാത്രം വെക്കണം. നമ്മൾ ഈ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ പാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ. ഈ പദം വരുന്ന കാരണം അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അതിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെ നിറയെ പതയായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ പദം ഇങ്ങനെ നന്നായി പൊങ്ങി വന്ന് അതിങ്ങനെ താന്ന് പോയിട്ട് ഇപ്പോൾ അതിങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറക്കിയിട്ടുണ്ട്, നമ്മൾ എണ്ണ ഇറക്കിയിട്ടുണ്ട്. ഇനി ഒരു നല്ല ഒരു തുണി എടുത്തിട്ട് അതിൽ അരിക്കണം. തുണിയിലൂടെ നമ്മൾ അരിക്കണം. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുന്നേ മേൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ല നിറം വയ്ക്കാനുള്ള ഏറ്റവും നല്ല എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു ടിപ്സായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവരോടും ബായ്.